ഒരു തിടുക്കമില്ല അതിനകത്ത്. അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച കാര്യങ്ങളെല്ലാം വരുള്ളൂ. സാധാരണ സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങൾ മാത്രമേ അതിനകത്ത് പ്രത്യേകിച്ച് പ്രതിപത്തിയോ പ്രത്യേകിച്ച് വിവേചനമോ കാണാൻ പാടില്ല എന്നുള്ളതാണല്ലോ ഞങ്ങളെല്ലാം എടുത്തിട്ടുള്ള പ്രതിജ്ഞ. അതിനനുസരിച്ച് അല്ല, അതിൽ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ടല്ലോ. ആ മാനദണ്ഡങ്ങൾ പരിശോധിച്ചിട്ടാണ് ഒരു കമ്മിറ്റി നൽകുക. ഞങ്ങൾ പരിശോധിക്കുമ്പോൾ അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ആരോടെങ്കിലും പ്രത്യേക താല്പര്യമോ ആരോടെങ്കിലും വിവേചനമോ കാണിക്കില്ല. കമ്മിറ്റി മാനദണ്ഡങ്ങൾ അനുസരിച്ച് പരിശോധിച്ച് വരുമ്പോൾ അത് വിലയിരുത്തിയിട്ട് തീരുമാനമെടുക്കും. അത്രേ ഉള്ളൂ. അത് പക്ഷെ മാനദണ്ഡത്തിൽ ഉണ്ടോ എന്നറിയില്ല. അത് നിങ്ങളുടെ മാനദണ്ഡം വളരെ സ്പെസിഫിക് ആയിരിക്കുമല്ലോ. ഇതെല്ലാം സെൻട്രൽ സർവീസ് അല്ലേ, അതിന് പ്രൊമോഷൻ മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം നിങ്ങൾ നോക്കിക്കോ. എന്നിട്ട് അതിൽ വിവാദങ്ങൾ ഉള്ളവരൊന്നും ഉൾപ്പെടുത്തരുന്നൊരു മാനദണ്ഡം ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്ത് തെറ്റാകാനിടയുണ്ട്. ഒന്ന് നോക്കിക്കോ. സർക്കാരിന്റെ അത് എങ്ങനെയാ അങ്ങനെ മീഡിയ കൊണ്ടേ തോന്നുന്നല്ലേ എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞത് നമുക്കൊരു സംവിധാനത്തിനകത്ത് നിന്നിട്ടല്ലേ പ്രവർത്തിക്കുന്ന എല്ലാവരും. അപ്പൊ അതിൽ മാനദണ്ഡങ്ങൾ അനുസരിച്ചെല്ലാം ചെയ്യുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിന്റെ വിശദാംശങ്ങളിൽ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുക. മാനദണ്ഡങ്ങളിൽ ഞങ്ങൾ പ്രത്യേക താല്പര്യമോ പ്രത്യേക വിവേചനവോ സർക്കാർ കാണിക്കില്ല. മാനദണ്ഡങ്ങൾക്കെതിരായിട്ട് ആർക്കും ഒരു അനുകൂലമായ നിലപാട് സ്വീകരിക്കില്ല. അല്ല, ഞാൻ പറഞ്ഞു അത് ആ പ്രശ്നത്തിലല്ലേ, ഇത് ഈ പ്രശ്നത്തിലല്ലേ. ഇത് ഇതിൻ്റെതായ മാനദണ്ഡം ഉണ്ടാവും. അതിൽ ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാവുമല്ലോ. ആ നിലപാട് വെച്ചിട്ടാണ്. കാരണം ഇതെല്ലാം ഒരു കേന്ദ്ര സർവീസിനകത്തുള്ള മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ്. മറ്റ് പ്രശ്നത്തിൽ ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇത് ഈ പ്രശ്നത്തിലാണ്. ലോക്സഭയിൽ നേരത്തെ അവതരിപ്പിച്ചല്ലോ. നിങ്ങളിപ്പോ യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത് ഹൈക്കോടതി വളരെ ഗൗരവമായ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടല്ലോ. ആ ചോദ്യമല്ല, നിങ്ങളിത് നേരെ എതിരെയുള്ളതല്ല ആദ്യം ചോദിക്കുള്ളൂ. നമുക്ക് ഇങ്ങോട്ട് ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇനിയിപ്പോൾ പ്രധാനമന്ത്രി വന്ന വിമാനത്തിന്റെ ബില്ല് എപ്പോഴാണ് വരാന്നുള്ളൊരു ഉൾക്കണ്ടേ നമുക്ക്. വയനാട് വന്നൊരു വിമാനത്തിൽ പ്രത്യേക വിമാനമല്ല, അതിന്റെ ബില്ലും കൂടി വരാനിടയുണ്ട്. ഇത് ഹൈക്കോടതി തന്നെ ഇപ്പോൾ ഒരു നിലപാട് സ്വീകരിച്ചല്ലോ. എന്ന് വെച്ചാൽ ഇത് ഇത്തരം ഘട്ടങ്ങൾ ചെയ്യുന്ന സഹായത്തിന് അങ്ങോട്ട് പണം ചോദിക്കുക, ഇങ്ങോട്ടൊന്നും തരാതിരിക്കുക. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും, നിങ്ങൾ കുറെ എടുക്കുന്നുണ്ട്, എല്ലാവരും ഒരേപോലെ തന്നെ ഏറ്റെടുക്കേണ്ട പ്രശ്നമാണിത്. സമീപകാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പെടുത്താവുന്നതാണ് ഈ മുണ്ടക്കൈ ചൂരൽമലയിലുണ്ടായ ദുരന്തം എന്നുള്ളത്. അപ്പോൾ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, സർക്കാർ പരമാവധി വേഗത്തിൽ പോകാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ 2 സ്ഥലങ്ങൾ ഏറ്റെടുക്കാനുള്ള തീരുമാനം നോട്ടിഫൈ ചെയ്തു. എന്നാൽ സ്ഥല ഉടമകൾ കോടതി പോയപ്പോൾ നമ്മൾ വ്യക്തമാക്കി, ഈ കോടതി പറയുന്ന അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കൽ നിയമം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നഷ്ടപരിഹാരം എന്ത് തർക്കമുണ്ടെങ്കിലും നമ്മൾ വേണമെങ്കിൽ കോടതിയിൽ കെട്ടിവെക്കാം. ഞങ്ങൾക്ക് അടിയന്തരമായിട്ട് പൊസഷൻ കിട്ടണം, അഡ്വാൻസ് പൊസഷൻ കിട്ടണം. ഇപ്പോൾ ദുരന്ത നിവാരണ നിയമപ്രകാരം ഏറ്റെടുക്കാൻ അനുമതി നൽകുകയാണെങ്കിൽ അഡ്വാൻസ് പൊസഷൻ എടുത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ടൈറ്റിൽ തർക്കമുണ്ട്, ഞങ്ങൾക്ക് തർക്കമുള്ള ആ പ്രശ്നത്തിനകത്ത് ക്ലെയിം നിലനിർത്തിക്കൊണ്ട് ഇപ്പോൾ കോടതി പറയുകയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ, ഈ പൈസ ഇങ്ങനെ കൊടുക്കൂ, അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടിവയ്ക്കൂ, ഏത് പറഞ്ഞാലും അതിന് നമ്മൾ തയ്യാറാണെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഗവൺമെന്റ് അത്രയും മുന്നോട്ട് പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു ഡയറക്ഷൻ അധികം വൈകാതെ വരും. അപ്പോൾ സ്ഥലം നമ്മുടെ കയ്യിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ അതിവേഗത്തിൽ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും നല്ല വ്യക്തതയുണ്ട്. യൂണിയൻ ഗവൺമെന്റിന്റെ അർഹമായിട്ടുള്ള സഹായം നൽകണം. അതിന് പകരം കേരളത്തോടുള്ള ഈ തെറ്റായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് നമ്മൾ ഈ രാജ്യത്തിന്റെ ഭാഗമാണ്, നമ്മുടെ അവകാശമാണ്. ആ അവകാശത്തിന് നേരെയുള്ള വെല്ലുവിളിയായിട്ടാണ് അതിനെ കാണേണ്ടത്. അപ്പോൾ ഹൈക്കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണം വളരെ പ്രസക്തമാണ്.